ദ ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ 50-ാം വാർഷിക പൊതുയോഗം 2024 ഓഗസ്റ്റ് 15 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം, കട്ടപ്പന, 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പൊതുയോഗം നടക്കുന്നത്. HMTA പ്രസിഡന്റ് PK ഗോപി അധ്യക്ഷത വഹിക്കും. ഇത്തവണ HMTA സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഒഴിവാക്കി ക്യാൻസർ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് സഹായം നൽകാനാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. പ്രദേശത്തെ ക്യാൻസർ രോഗികളിൽ തികച്ചും അർഹരായവർക്ക് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ചികിത്സാ സഹായം വിതരണം ചെയ്യും. HMTA അംഗങ്ങളുടെ കുട്ടികളിൽ ഈ അധ്യയന വർഷം +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സ്ഥാപക പ്രസിഡന്റ് കോര കുര്യൻ ചിറക്കൽപ്പറമ്പിൽ മെമ്മോറിയൽ എൻഡോവ്മെന്റ് വിതരണവും, പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിൽ ശ്രദ്ധേയമായി വിജയം നേടിയ കുട്ടികളെ ആദരിക്കുകയും ക്യാഷ് അവാർഡുകൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷന്റെ 50-ാമത് വാർഷിക പൊതുയോഗം ഈ മാസം 15-ാം തീയതി വെള്ളയാംകുടി റൂട്ടിലുള്ള കല്ലറക്കൽ ബിൽഡിങ്ങിൽ വെച്ച് നടക്കുകയാണ്. ഇത് സംഘടനയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ കൂടിയാണ്. നമ്മുടെ കാലാവസ്ഥ വ്യതിയാനവും അതേപോലെ തന്നെ വയനാട് ദുരന്തം അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായതനുസരിച്ച് നമ്മൾ സുവർണ ജൂബിലി വലിയ ആഘോഷം ആയിട്ട് നടക്കുന്നില്ല ഇപ്പം. അത് കാരണം രോഗമായിട്ട് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസർ രോഗം വന്ന് കിടക്കുന്ന നമ്മുടെ സമീപ പ്രദേശത്തുള്ള കുറേ ആൾക്കാരുകളുണ്ട്. അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കാൻ വേണ്ടി സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 25 പേരെ അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് സംഘടന സാമ്പത്തികപരമായിട്ട് വലിയ സഹായമൊന്നുമല്ല എങ്കിൽ തന്നെ ഒരു ചെറിയ സഹായം ചെയ്യാൻ വേണ്ടി സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ഈ 15-ാം നടക്കുന്ന വാർഷിക പൊതുയോഗം ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഈ ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം ബഹുമാനപ്പെട്ട MP ശ്രീ ഡീൻ കുര്യാക്കോസ് വിതരണം നടത്തുന്നതായിരിക്കും. ഓഗസ്റ്റ് 15-ാം തീയതി രാവിലെ 8 മണിക്ക് HMTA ഓഫീസ് മന്ദിരത്തിൽ 78-ാം സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി നടക്കുന്ന പതാക ഉയർത്തൽ നടക്കും. തുടർന്ന് നടക്കുന്ന വാർഷിക പൊതുയോഗ പരിപാടികളിൽ ആദ്യ അവസാനം വരെ മുഴുവൻ അംഗങ്ങളും മാസവരി അടച്ച് പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. +2 പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ കുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസ വിഭാഗത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച കുട്ടികളും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി 13/8/2024 മുൻപായി HMTA ഓഫീസിൽ എത്തിക്കേണ്ടതാണെന്നും പ്രസിഡന്റ് PK ഗോപി, സെക്രട്ടറി MK ബാലചന്ദ്രൻ, ട്രഷറർ ലൂക്ക ജോസഫ്, ജോബി ജോസഫ്, സണ്ണി ജോർജ്, KB രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം. 16 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം, കട്ടപ്പന. പഴയ മുറിവുകൾ, അൾസർ, വെരിക്കോസ്, നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ. ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം, ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു. ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം, കട്ടപ്പന, 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്.